ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ഉള്ളത്. അതിനകത്ത് രണ്ടാമത്തെ ഇൻകം ഹെഡ് ആണ്, രണ്ടാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒന്നാമത്തെ ഏതായിരുന്നു? ഒന്നാമത്തെ സാലറി ആയിരുന്നു. രണ്ടാമത്തെ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മനസ്സിലാക്കിയിരിക്കുക. റെന്റ് റിസീവ്ഡ് ഫ്രം എ ബിൽഡിംഗ്, ഒരു കെട്ടിടത്തിൽ നിന്ന് കിട്ടുന്ന റെന്റ്. ഇപ്പൊ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റെന്റ് അത് ഏത് ഹെഡിന് കീഴിലാണ് വരുന്നത്? അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിന് കീഴിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് വാലുവേഷൻ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടീസ്. ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് ആ ഒരു അസസ് തന്നെ ഒക്യുപ്പൈ ചെയ്യുന്ന അയാളുടെ ഹൗസ് പ്രോപ്പർട്ടി, അതും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് നമ്മൾ പ്രോബ്ലം വരുമ്പോഴും അല്ലാത്തപ്പോഴും തിയറി ആയപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം കണക്കാക്കുന്നത് ആനുവൽ വാല്യൂവിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ആനുവൽ വാല്യൂ എന്ന ടേം തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ആനുവൽ വാല്യൂവിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ആനുവൽ വാല്യൂ, നെറ്റ് ആനുവൽ വാല്യൂ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. ആനുവൽ വാല്യൂവിനെ ബേസ് ചെയ്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ചാർജിന്റെ ബേസ് ആനുവൽ വാല്യൂ ആയിരിക്കും. Concept of annual value and method of its determination are laid down in section 23. Section 23-ലാണ് ആനുവൽ വാല്യൂ എന്ന കോൺസെപ്റ്റും അതിന്റെ ഡിറ്റർമിനേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കൺസെപ്റ്റ് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പർട്ടൻ ദെയർടു. അതായത് ബിൽഡിംഗും ഉണ്ട്, ലാൻഡ് അപ്പർട്ടൻ ദെയർടു എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ആ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ കോട്ടയാട്, അതിന്റെ വോള് മുതലായ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മാത്രമല്ല, ബിൽഡിങ്ങിനോട് ചുറ്റുമുള്ള അതിന്റെ പരിസരങ്ങളും. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ലാൻഡ് അപ്പർട്ടൻ ഡയറക്റ്റു അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ വിശദമായിട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ആ കാര്യത്തെ കുറിച്ച് പിന്നീട് നമുക്ക് ഉടനെ തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഈ 6 കൂട്ടം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ കാണുന്നതാണ് ഇമ്പോർട്ടന്റ് ടേംസ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ടേമാണ് ബിൽഡിങ്സ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ടാക്സ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ബിൽഡിങ്സ് ലൈക്ക് ഹൗസ്, ഷോപ്പ്, ഗോഡൌൺ, ഫ്ലാറ്റ്സ്, ഫാക്ടറീസ് എക്സെട്ര. ഈ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ആ ബിൽഡിംഗ് എന്നുള്ള ഡെഫിനിഷൻ എന്തൊക്കെ വരും? ഹൗസ് ഉണ്ട്, ഷോപ്പ് ഉണ്ട്, ഗോഡൌൺ ഉണ്ട്, ഫ്ലാറ്റുകളുണ്ട്, ഫാക്ടറി ഷെഡ്സ് എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ ബിൽഡിംഗ് എന്നുള്ള ആ ഡെഫിനിഷനിൽ വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ലാൻഡ് അപ്പർട്ടൻ ഡയറക്റ്റു, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ദ ലാൻഡ് ഓൺ വിച്ച് ഹൗസ് പ്രോപ്പർട്ടി ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ്. അതായത് നമ്മുടെ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിംഗ് ഇരിക്കുന്ന ഒരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിനെ ഉദ്ദേശിക്കുന്നു. ആൻഡ് ഇൻക്ലൂഡ്സ്, അതിനോടൊപ്പം എന്തൊക്കെ കൂടെ വരും? കോമ്പൗണ്ട് വാൾ, നമ്മൾ ചുറ്റും ഒരു മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് വരും. കോട്ടയാട്, പാർക്കിംഗ് സ്പേസ് എക്സെട്ര. അപ്പോൾ ബിൽഡിങ്ങിന്റെ കൂടെ എന്തൊക്കെ കൂടി കണക്കാക്കും? ലാൻഡ് അപ്പർട്ടൻ ഡയറക്റ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ബിൽഡിംഗ് ഇരിക്കുന്ന ആ സ്ഥലം, ആ ലാൻഡ്, പ്ലസ് കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിൽ അത്, കോട്ടയാട് ഉണ്ടെങ്കിൽ അത്, പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ അത് എക്സെട്ര. ഈ കാര്യങ്ങൾ വേണം വരും ബിൽഡിങ്ങിന്റെ കൂടെ നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടി കണക്കാക്കണം. അടുത്തൊരു ടൈമാണ് ഓണർഷിപ്പ്. ഓണർഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 2 തരത്തിലുള്ള ഓണർഷിപ്പ് ആണുള്ളത്. ഒന്നാണ് റിയൽ ഓണർഷിപ്പും, രണ്ടാമത് ഡീംഡ് ഓണർഷിപ്പും. എന്തായിരിക്കും റിയൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ദ പേഴ്സൺ ഹൂസ് നെയിം ദ പ്രോപ്പർട്ടി ഈസ് രജിസ്റ്റേർഡ് ഈസ് കോൾഡ് ദ റിയൽ ഓർ ലീഗൽ ഓണർ. അതായത് റിയൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീഗൽ ഓണർഷിപ്പ്. അതായത് ഏത് വ്യക്തിയുടെ പേരിലാണോ ആ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അയാളാണ് അതിന്റെ റിയൽ അല്ലെങ്കിൽ ലീഗൽ ഓണർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓണർഷിപ്പിനെ നമ്മൾ റിയൽ ഓണർഷിപ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ, രണ്ടാമത്താണ് ഡീംഡ് ഓണർഷിപ്പ്. അതായത് ഇവിടെ ശരിക്കും റിയൽ ഓണർഷിപ്പ് അല്ല, ഡീംഡ്, റിയൽ ആയിട്ടുള്ള ഓണർഷിപ്പ് അല്ലെന്ന് മനസ്സിലാക്കാം, ലീഗൽ ഓണർഷിപ്പ് അല്ല, പക്ഷെ ഡീംഡ് ഓണർഷിപ്പ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് ഡീംഡ് ഓണർഷിപ്പിന് കീഴിൽ വരുന്നത് നമുക്ക് നോക്കാം. അതായത് ഓണർ അല്ലെങ്കിലും അയാളെ ഓണറായിട്ട് പരിഗണിക്കുന്ന സാഹചര്യം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡീംഡ് ഓണർഷിപ്പ്: when an individual transfers house property without adequate consideration to spouse or to a minor child, not being a married couple. Transferor is the deemed owner. അതായത് ഒരു വ്യക്തി, ഇപ്പൊ ഉദാഹരണം നമുക്കറിയാം, രാജു എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സ്പൗസ്, ഭാര്യയുടെ പേരിലേക്കോ അല്ലെങ്കിൽ മൈനർ ചൈൽഡിന്റെ പേരിലേക്കോ എന്ത് ചെയ്യുക? ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക. ചുമ്മാതല്ല, വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ, പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും മേടിക്കാതെ
അതായത് സത്യത്തിൽ എന്തിനു വേണ്ടിയാ? ടാക്സ് കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന, അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി അദ്ദേഹം സ്പൗസിന്റെ പേരിലേക്കോ മൈനർ ചൈൽഡിന്റെ പേരിലേക്കോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ആരുടെ പേരിൽ കിടക്കണേ? സ്പൗസിന്റെ പേരിലോ ചൈൽഡിന്റെ പേരിലായിരിക്കും കിടക്കുന്നത്. പക്ഷെ അതിന്റെ ഓണർ ആരെ ആയിരിക്കും? ട്രാൻസ്ഫറർ, അല്ലെങ്കിൽ നമ്മുടെ ഉദാഹരണത്തിൽ രാജു എന്ന വ്യക്തി തന്നെയായിരിക്കും അതിന്റെ ഓണറായിട്ട് അദ്ദേഹത്തെ ആയിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. ട്രാൻസ്ഫറർ ഈസ് ദ ഡീംഡ് ഓണർ. ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. A member of a cooperative society or a company to whom a building has been allotted or leased under a house building scheme. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി അതിന്റെ ഹൗസ് ബിൽഡിംഗ് സ്കീം പ്രകാരം ഒരു മെമ്പറുടെ പേരിലേക്ക് ഒരു എന്ത് കൊടുക്കുക? ബിൽഡിംഗ് അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിന്റെ ഓണർ ആര് തന്നെയാണ്? കമ്പനി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാ. പക്ഷെ ഇവിടെ മെമ്പറെ ആയിരിക്കും എന്തായിട്ട് കണക്കാക്കുന്നത്? അതിന്റെ ഓണറായിട്ട് കണക്കാക്കുന്നത് ആ മെമ്പർ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മറ്റൊന്നാണ് പേഴ്സൺ ഹു ഇസ് അലൗഡ് ടു ടേക്ക് ഓർ റിറ്റെയിൻ പൊസഷൻ ഓഫ് എ പ്രോപ്പർട്ടി ഇൻ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഷാൽ ബി ഡീംഡ് ഓണർ. അപ്പൊ നമ്മൾ കോൺട്രാക്ട് ഒക്കെ പഠിച്ചാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പഠിച്ചാണ്. അപ്പൊ ഇവിടെ പറയണത് എന്താ? പേഴ്സൺ ഹു ഇസ് അലൗഡ് ടു ടേക്ക് ഓർ റിറ്റെയിൻ പൊസഷൻ ഓഫ് എ പ്രോപ്പർട്ടി ഇൻ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ടിനകത്ത് ഒരു പാർട്ടി, ആ പാർട്ടിയെ എന്ത് ചെയ്ത് റീറ്റെയിൻ ചെയ്യാൻ, പൊസഷൻ അല്ലെങ്കിൽ ആ പൊസഷൻ കൈവശം വെക്കാൻ, അല്ലെങ്കിൽ കൈവശാവകാശമുള്ള വ്യക്തിയെ എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ഓണറായിട്ട് കണക്കാക്കും. ചിലപ്പോൾ അയാൾ ശരിക്കുള്ള ഓണർ ആയിരിക്കില്ല, അയാൾക്ക് പൊസഷൻ മാത്രമേ കാണുള്ളൂ. പക്ഷെ പൊസഷൻ മാത്രമേ ഉള്ളെങ്കിലും അയാൾ എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ഓണർ അല്ലെങ്കിൽ ഓണറായിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. അടുത്താണ് പേഴ്സൺ ഹു ടേക്സ് എ ലാൻഡ് ഓൺ ലീസ് ആൻഡ് കൺസ്ട്രക്ട്സ് എ ബിൽഡിംഗ് ഹി ഷാൽ ബി ദ ഡീംഡ് ഓണർ. അതായത് ഒരു വ്യക്തി ഒരു ലാൻഡ് ലീസിനെടുത്ത ശേഷം അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക. ലാൻഡ് ലീസിനെടുത്ത ശേഷം ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അയാൾ എന്തായിട്ട് കണക്കാക്കും? ആ വ്യക്തിയെ ഡീംഡ് ഓണർ അല്ലെങ്കിൽ അതിന്റെ ഓണറായിട്ട് കണക്കാക്കും. അടുത്ത കാര്യവും ലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഒരു ആള് ഒരു ലോങ് ടൈം ലീസ് എടുക്കുക. ലോങ് ടൈം ലീസ് ഉദ്ദേശിക്കുന്നത് 12 years ഓർ പ്ലസ് ആണ്. 12 years ഓർ പ്ലസിലേക്കുള്ള ലീസ് ഒരാൾ എടുക്കുകയാണെങ്കിൽ അയാൾ എന്തായിട്ട് കണക്കാക്കും? ശരിക്കും അയാൾ ഓണർ അല്ല, ഓണർ വേറെ ആളാണ്. പക്ഷെ അയാൾ എന്തായിട്ട് കണക്കാക്കും? ഓണറായിട്ട് കണക്കാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീംഡ് ഓണർഷിപ്പ് മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് എ പ്രോപ്പർട്ടി ഈസ് അക്വയർഡ് അണ്ടർ പവർ ഓഫ് അറ്റോർണി, ഇറ്റ്സ് ഹോൾഡർ ഈസ് ദ ഡീംഡ് ഓണർ. അതുപോലെ ഒരു വ്യക്തിക്ക് ഒരു പ്രോപ്പർട്ടി അയാൾ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് എന്ത് ചെയ്യും? അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ അത് മാനേജ് ചെയ്യും. ആ മാനേജ് ചെയ്യുന്ന വ്യക്തി എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ഓണറായിട്ട് കണക്കാക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഡീംഡ് ഓണർഷിപ്പ് ഈ പറഞ്ഞ 6 രീതിയിൽ നമുക്ക് ഡീംഡ് ഓണർഷിപ്പിനെ കാണുവാൻ സാധിക്കും. ഇതിന്റെ കോൺസെപ്റ്റ് ഇതാ. ഇവർ ശരിക്കും അതിന്റെ ഓണർ ആയിരിക്കില്ല, പക്ഷെ ഈ ഒരു സാഹചര്യം ഒക്കെ വരുവാണെങ്കിൽ അവർ എന്തായിട്ട് കണക്കാക്കും? അതിന്റെ ഓണറായിട്ട് കണക്കാക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പോയിന്റ് ഇതായിരുന്നു. റിയൽ ഓണർഷിപ്പും ഡീംഡ് ഓണർഷിപ്പും ആയിരുന്നു. അപ്പൊ റിയൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, റിയൽ ഓണറാണ്, ലീഗൽ ഓണറാണ്. ഡീംഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓണർ അല്ല, പക്ഷെ നമ്മൾ മുകളിൽ കണ്ട അല്ലെങ്കിൽ ഇതിന് മുൻപ് കണ്ട ആ സാഹചര്യങ്ങളിൽ അവരെന്തായിട്ട് കണക്കാക്കുന്നു? അവരെ ഓണേഴ്സ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, അടുത്താണ് യൂസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി മേ ബി സെൽഫ് ഓക്യുപ്പൈഡ് ഓർ ലെറ്റ് ഔട്ട് ഓർ യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ്. അതായത് ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ യൂസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെൽഫ് ഓക്യുപ്പൈഡ് ആയിരിക്കാം. അതായത് ആ വ്യക്തി തന്നെ അത് താമസിക്കുകയോ അല്ലെങ്കിൽ അത് ഓക്യുപ്പൈ ചെയ്യുകയോ ആയിരിക്കാം. ഓർ ലെറ്റ് ഔട്ട്, അത് റെന്റിന് കൊടുത്തിരിക്കാം. ഓർ യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ്, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ബിൽഡിംഗ് ഉപയോഗിക്കാം. അപ്പൊ സ്വയമായിട്ട് ഉപയോഗിക്കാം. 2 റെന്റിന് കൊടുക്കാം. 3 സ്വന്തം ബിസിനസ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. ഈ 3 കൂട്ടം കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തൊരു ടേമാണ് കോമ്പോസിറ്റ് റെന്റ്. എന്തായിരിക്കും കോമ്പോസിറ്റ് റെന്റ്? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരുന്നതാണ്, മനസ്സിലാക്കുക. വെൻ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് എലോങ് വിത്ത് ഫർണിച്ചർ, അതായത് നമ്മൾ ഫർണിച്ചറും എല്ലാം ഉൾപ്പെടെയാണ് ഹൗസ് പ്രോപ്പർട്ടി കൊടുത്തേക്കണമെന്ന് കരുതുക. ആൻഡ് റെന്റ് ഈസ് ഇൻസെപ്പറബിൾ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ റെന്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. 2 സെപ്പറേറ്റ്, ഹൗസ് പ്രോപ്പർട്ടി ഒന്ന്, ഫർണിച്ചർ ഒന്ന്, 2 പക്ഷെ നമ്മൾ ഒരുമിച്ച് കൊടുത്തേക്കുക. അതിന്റെ റെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. ഈ സാഹചര്യത്തിൽ ഇറ്റ് ഈസ് കോൾഡ് കോമ്പോസിറ്റ് റെന്റ്. ഇവിടെ നമ്മൾ റെന്റിന് എന്തെന്ന് വിളിക്കും? കോമ്പോസിറ്റ് റെന്റ് എന്നാണ് വിളിക്കുന്നത്. വിച്ച് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. മനസ്സിലാക്കുക, ഇതിന് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതിന് നമ്മൾ കോമ്പോസിറ്റ് റെന്റിന് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. ഓർ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് ഓപ്പറേഷൻ ഈ സച്ച് ലെറ്റിംഗ് ഈസ് ബിസിനസ്. ഇനി മനസ്സിലാക്കുക, ഈ ഹൗസ് പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ഫർണിച്ചറും അങ്ങനെ റെന്റിന് കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ ഒരു ബിസിനസ് ആണെന്ന് കരുതുക. അതായത് ഒരു വ്യക്തിയുടെ ബിസിനസ്, അയാൾ ചെയ്യുന്ന ബിസിനസ് ആണ്, അയാൾ ചെയ്യുന്ന തൊഴിലാണ് എന്ത്? അതായത് ഹൗസ് പ്രോപ്പർട്ടി വിത്ത് ഫർണിച്ചർ എന്ത് ചെയ്യുവാണ്? റെന്റിന് കൊടുക്കുന്നത്.
ഇത് അയാളുടെ ബിസിനസ് ആണെങ്കിൽ ഇത് എന്ത് ഇൻകം ആയിട്ട് കണക്കാക്കും? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, കോമ്പോസിറ്റ് റെന്റിന്റെ കാര്യത്തിൽ രണ്ട് കൂട്ടം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് ഉൾപ്പെടുത്തും, രണ്ടാമത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനകത്ത് ഉൾപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതിലേക്ക് പോകാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി എവിടെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. എനിക്ക് വേറൊരു രാജ്യത്താണ് ഒരു ബിൽഡിംഗ് ഉള്ളത്. ഇൻ കേസ് ഓഫ് റെസിഡന്റ് ഇൻ ഇന്ത്യ, അദ്ദേഹം ഒരു റെസിഡന്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ടാക്സബിൾ. ഹൗസ് പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ആണ്, അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വേറെ രാജ്യത്ത് നിന്നുള്ളതാണെങ്കിലും അത് എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഒരു റെസിഡന്റ് അതിന് എന്ത് കൊടുത്തിരിക്കണം? ടാക്സ് കൊടുത്തിരിക്കണം. അതായത് ഓർഡിനറി റെസിഡന്റിനെയാണ് റെസിഡന്റ് ഉദ്ദേശിക്കുന്നത്. ഇനി മനസ്സിലാക്കുക, ഇൻ കേസ് ഓഫ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഇനി ഇതൊരു നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു നോൺ റെസിഡന്റ് ആണ്, ഇറ്റ് ഈസ് ടാക്സബിൾ ഓൺലി വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഈ ഹൗസ് പ്രോപ്പർട്ടി, അതായത് വിദേശത്തുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി, അതിന്റെ ഇൻകം റിസീവ് ചെയ്യുന്ന ഇന്ത്യയിൽ ആണെങ്കിൽ, അതായത് ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ മാത്രമേ നോട്ട് ഓർഡിനറി റെസിഡന്റും നോൺ റെസിഡന്റിനും അത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് വ്യത്യാസം ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു റെസിഡന്റിനെ സംബന്ധിച്ച് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയിൽ കിട്ടിയാലും വിദേശത്ത് ആ എമൗണ്ട് കിട്ടിയാലും അയാൾ ടാക്സ് കൊടുക്കണം. അതേസമയം നോട്ട് ഓർഡിനറി റെസിഡന്റും നോൺ റെസിഡന്റും ആ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ആ ഇൻകം കിട്ടുന്നതെങ്കിൽ അദ്ദേഹം ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഇതിന്റെ ഇൻകം ഇന്ത്യയിലാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അവരതിന് ടാക്സ് കൊടുക്കണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, കാര്യങ്ങൾ വിശദമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫായിട്ടൊന്ന് കമന്റ് ചെയ്യുക. ബിൽഡിങ്സ് അതിൽ നിന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ലാൻഡ് അപ്പർട്ടൈൻഡ് ഡെയർ ടു ഓണർഷിപ്പ്, യൂസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, കോമ്പോസിറ്റ് റെന്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.